ഹലോ ആൻഡ് വെൽക്കം മൈ ബ്യൂട്ടിഫുൾ ലിസണേഴ്സ്. ഐ ആം യുവർ ഹോസ്റ്റ് മിഖായൽ. മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചിട്ടാണ് ലാസ്റ്റ് നമ്മൾ സംസാരിച്ചതെങ്കിലും കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ റെക്കോർഡ് ചെയ്യണം എന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴൊക്കെ കാണുന്ന ന്യൂസ് ഇത് റിലേറ്റഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് റിലേറ്റഡ് ആയിട്ടുള്ളൊരു സാധനം തന്നെയാണ്. കാര്യം ഇംപ്രോപ്പറായിട്ട് ഡയറ്റ് എടുത്തിട്ട് മരണപ്പെട്ടതും കോസ്മെറ്റിക് സർജറി ചെയ്തിട്ട് അവയവം നഷ്ടപ്പെട്ട ആൾക്കാർ, അതുപോലെ തന്നെ മരണത്തിലേക്ക് പോകുന്ന ആൾക്കാർ ഒക്കെ കാണുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമ്മുടെ ഇൻസെക്യൂരിറ്റീസ് വെച്ചിട്ട് റീച്ച് ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഇൻസെക്യൂരിറ്റി വെച്ചിട്ട് മാർക്കറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ ബിസിനസ് വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പോയിട്ട് ബലിയാടാവുക എന്നുള്ള ഒരൊറ്റ കാരണമാണ്. ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും അതുപോലെ തന്നെ സ്നാപ്ചാറ്റിലും ഒക്കെ കിട്ടുന്ന ഫിൽറ്റേഴ്സ് ഇട്ട് നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ ആ ഫോട്ടോത്തിൽ നമ്മുടെ ഇപ്പോൾ എൻ്റെ ഈ ഭാഗത്താണ് നിങ്ങൾ ആ ഫോട്ടോ, അല്ലെങ്കിൽ എൻ്റെ ഈ ഭാഗമാണ് ഫോട്ടോ ആംഗിളിന് പെർഫെക്റ്റ് ആയിട്ടുള്ള സാധനമെങ്കിൽ എൻ്റെ ഇപ്പുറത്തെ സൈഡ് നോക്കുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം നിങ്ങൾക്ക് കാണാം. പക്ഷേ ആ ഒരു ഫിൽറ്റർ ഇടുമ്പോൾ ഇതെല്ലാം അടിപൊളിയായിട്ട് വരിക. അപ്പോൾ നമുക്ക് നമ്മളുടെ ഫോട്ടോ അല്ലെങ്കിൽ നമ്മളെ തന്നെ ഒന്ന് നാച്ചുറലി എടുത്തിട്ട് നോക്കുമ്പോൾ ഭയങ്കര ബോറായിട്ട് തോന്നുക, അല്ലെങ്കിൽ നമ്മൾ കൊള്ളില്ല, ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ അടിപൊളിയാവും എന്ന് തോന്നും. അപ്പം എങ്ങനെ ഇതുപോലെ ആവാന്നുള്ളതിലാവും ബോഡി മോഡിഫിക്കേഷനോ അല്ലെങ്കിൽ കോസ്മെറ്റിക് സർജറീസോ അല്ലെങ്കിൽ ഇംപ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റ്സ് എന്ന് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ വർഷം ഞാൻ പോയിട്ട് ഫുൾ ബോഡി ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തപ്പം ഡയറ്റീഷ്യനെ കണ്ട് എൻ്റെ വെയിറ്റ് എടുത്തു, ഹൈറ്റും ഒക്കെ മെഷർ ചെയ്തിട്ട് അവർ കറക്റ്റായിട്ട് എനിക്ക് ഒരു ദിവസം ഇത്ര കലോറി വേണം, ഇത്ര പ്രോട്ടീൻ വേണം, ഇത്ര കലോറിയിൽ ഡെഫിസിറ്റ് വന്നു കഴിഞ്ഞാൽ എൻ്റെ വെയിറ്റ് കുറയും എന്നൊക്കെ അവർ പറഞ്ഞു തന്നു. ആ ഒരു സാധനം അല്ലാതെ നോർമലായിട്ട് അല്ലെങ്കിൽ ആ ഒരു റീച്ചിന് വേണ്ടി മാത്രം വീഡിയോ ഇടുന്ന കുറേ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് ബോഡി ചെക്ക് ചെയ്യാതെയോ അല്ലെങ്കിൽ ഒന്നുമില്ലാതെ നമ്മൾക്ക് എത്ര കലോറി വേണമെന്ന് പോലും അറിയാതെ നമ്മൾ പോയിട്ട് ഡയറ്റ് അങ്ങ് എടുക്കുക. രാവിലെ ഒരു കട്ടൻ കോഫി കുടിച്ചിട്ട് പോവുക, വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നിട്ട് എന്തെങ്കിലും കഴിക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുടലിൽ ഈ ആസിഡ് ഫോമായിട്ട് ഫുഡ് കഴിക്കാതെ ആസിഡിറ്റി ഉണ്ടാക്കുക. ഈ ആസിഡ് തന്നെ നമ്മുടെ സ്റ്റൊമക്കിൻ്റെ നമ്മുടെ സ്റ്റൊമക്കിൻ്റെ സെൽസിനെ അറ്റാക്ക് ചെയ്ത് കൊടുക്കും. കാരണം ഫുഡ് കിട്ടാണ്ടിരിക്കുമ്പോൾ ഈ ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ കൂടും, ഇത് ഡൈല്യൂട്ട് ചെയ്യാൻ ഫുഡ് പോകത്തില്ല. അപ്പോൾ നമ്മുടെ സ്റ്റൊമക്കിനെ തന്നെ അറ്റാക്ക് ചെയ്ത് അൾസറിലും കാര്യങ്ങളിലേക്ക് എത്തുക. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ അടിപൊളിയാവാനും പെർഫെക്റ്റ് ആവാനും. ആർക്ക് വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻസ്റ്റഗ്രാമിലും അവിടെ ഇവിടെയൊക്കെ കാണുന്ന ഫിൽറ്റർ പോലെ നമ്മളാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. ഇറ്റ്സ് നോട്ട് ഈസി അല്ല ഒരാളെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള കാര്യം. എൻ്റെ വീട്ടിൽ എൻ്റെ ചേച്ചിൻ്റെ ഒരു പയ്യൻ 2 ദിവസം ഫുഡ് കഴിക്കാണ്ടിരുന്നു. കാരണം ഞരമ്പ് കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട്, ഞരമ്പ് കാണാൻ വേണ്ടിയിട്ട് 2 ദിവസം ഫുഡ് കഴിക്കാതിരുന്നു. മൂപ്പര് വിചാരിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഹാൻഡ് ഗ്രിപ്പർ എടുത്ത് കുറേ ദിവസം അടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ ഞരമ്പ് ഓട്ടോമാറ്റിക്കലി വെയിൻസ് വിസിബിളായി തുടങ്ങുമെന്നാണ് വിചാരിച്ചത്. ബോഡി ഫാറ്റ് കുറയണം, അല്ലെങ്കിൽ ഇത് പ്രോപ്പറായിട്ട് വർക്കൗട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ ഞങ്ങൾക്ക് 2 ദിവസം എടുത്തു. കാരണം സ്റ്റബേണായിട്ട് നിൽക്കുക, വിശക്കണില്ല എന്ന് തന്നെ പറയാം. വേറൊരു കസിൻ്റെ മോള് രാവിലെ കൊട്ടൻ കോഫിയും കുടിച്ചിട്ട് പോയി വന്ന് വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും കഴിച്ചു. അത് തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിള്ളേരെയൊക്കെ ഇങ്ങനെ ഇവർ പാരൻസ് വന്ന് പറയുമ്പോൾ ഇവർക്കൊക്കെ കൗൺസിലിംഗ് ആവശ്യമാണെന്ന് തോന്നിപ്പോവുക. കാരണം കൗൺസിലിംഗ് ആവശ്യമായിട്ടുള്ള ഘട്ടങ്ങളിൽ നമ്മളിപ്പം പറഞ്ഞിട്ട് കേൾക്കുന്നില്ലെങ്കിൽ കൗൺസിൽ കൊടുക്കേണ്ടത് തന്നെ വരും. ഇൻസ്റ്റഗ്രാമിൻ്റെയും സ്നാപ്ചാറ്റിൻ്റെയും അല്ലെങ്കിൽ ആൾക്കാർ ആരെങ്കിലും പറയുന്നതൊക്കെ കേട്ടിട്ട് നമ്മളുടെ ഒരു ബോഡി സ്ട്രക്ചർ അങ്ങോട്ട് മാറ്റിയെടുക്കാം, നമ്മൾ കുറച്ചും കൂടി അടിപൊളിയാവാം എന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഉള്ള ലുക്സിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്ന് കറുത്തതിൻ്റെ പേരിലോ, അല്ലെങ്കിൽ നമുക്ക് മുഖത്തിന് എവിടെയെങ്കിലും ഒരു ചെറിയ ഒരു ഫാറ്റ് കൂടിയതിൻ്റെ പേരിലോ, ഈ ജോ ലൈന് ഇല്ലാത്തതിൻ്റെ പേരിലൊക്കെ ഒരു ഭയങ്കരമായിട്ട് ഡയറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഫുഡൊക്കെ സ്കിപ്പ് ചെയ്ത് കളഞ്ഞിട്ട് ഇതൊക്കെ അങ്ങോട്ട് റെഡിയാക്കാം, ഇതൊക്കെ റെഡിയായി കഴിഞ്ഞാൽ ആയി എന്നാണ് കാര്യം. വേറെ ഒന്നിനും ആലോചിക്കേണ്ട കാര്യമല്ല പിള്ളേർക്ക്. അത്യാവശ്യം ഫെസിലിറ്റീസും ഫുഡും കാര്യങ്ങളും എല്ലാം കൊടുക്കുന്നുണ്ട് അല്ലേ. നമ്മൾ പണ്ട് ഇങ്ങനെ പറഞ്ഞ് കേട്ട കുറേ ക്ലീശ കാര്യങ്ങളുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടിയന്തരാവസ്ഥ കാലത്ത് ഷുഗറിന് പകരം വെള്ളം ഇട്ടിട്ട് കോഫി കുടിച്ചു, അതൊക്കെ ഭയങ്കര ഇതായിരുന്നു. അവർക്കൊക്കെ മെയിനായിട്ട് ഫുഡ് കിട്ടാത്തതിൻ്റെ പേരിൽ എപ്പോഴെങ്കിലുമൊക്കെ ഫുഡ് കിട്ടുമ്പോൾ അടിപൊളിയാണ്. ഇപ്പം നമുക്കെല്ലാം ഉണ്ട്, നമുക്ക്
മറ്റ് കാര്യങ്ങളും കുറവധികം ഇല്ല. എല്ലാ വീട്ടിലും എല്ലാ കാര്യങ്ങളും കിട്ടുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ കിട്ടുന്ന സമയത്ത് എക്സ്ട്രാ ആയിട്ട് നമ്മൾ നോക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡൽസ്, സെലിബ്രിറ്റീസ് ഇവരൊക്കെ എങ്ങനെയാണ് നടക്കുന്നതെന്ന് നോക്കുക. അവർക്കൊക്കെ പേഴ്സണലായിട്ടുള്ള ട്രെയിനേഴ്സ്, ഡോക്ടേഴ്സ്, അവരുടെ ഹെൽത്ത് ചെക്കപ്പ് എല്ലാം നടക്കുന്നുണ്ട്. നമ്മുടെ മെൻ്റൽ ഹെൽത്തും കളഞ്ഞ് ആവശ്യമില്ലാത്ത ഡയറ്റും എടുത്ത് നമ്മളെന്താക്കുക, നമ്മളെ തന്നെ കൊന്നുകൊണ്ടിരിക്കുക. നമ്മുടെ ശരീരത്തിനോട് നമ്മൾ ദ്രോഹം ചെയ്തുകൊണ്ടിരിക്കുക. കാർബ് മൊത്തമായിട്ട് കട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ. നമ്മൾ കുറേ കാലം കാർബ് കഴിച്ചു വന്ന മനുഷ്യന്മാർ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ മൊത്തം കാർബിനെ അങ്ങ് സ്റ്റോപ്പ് ചെയ്യുക. വിശക്കാൻ തുടങ്ങും. വിശക്കുമ്പോൾ വിശപ്പില്ല, അങ്ങനെ ബട്ടർ കോഫി അത് ഇത് എന്നൊക്കെ പറഞ്ഞങ്ങനെ കുടിക്കുക തന്നെ. ഒരു റീല് കണ്ടു കഴിഞ്ഞാൽ കോഫി കുടിക്കാം നല്ലതാ എന്ന് കാണും, അടുത്ത റീല് കാണുമ്പോൾ കോഫി കുടിക്കാൻ പാടില്ല എന്നാണ്. സയൻറ്റിഫിക്കലി എന്താണ് സംഭവം എന്നൊന്നും നോക്കുന്നില്ല. ഏതെങ്കിലും ഇൻഫ്ലുവൻസേഴ്സ് പറയുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പ്രൊമോഷൻ കൊടുക്കുന്ന ക്ലിനിക്കിൽ പോവുക. എന്നിട്ട് ഇപ്പം അടുത്തൊക്കെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തിട്ട് ഞാൻ കൊച്ചിയിൽ ഒരാൾക്ക് ഒരു ബാക്ടീരിയൻ ഇൻഫെക്ഷൻ കണ്ടു. ഹെയർ ട്രാൻസ്പ്ലാന്റേഷനൊക്കെ അത് വേറൊരു സാധനം, ചിലപ്പം നല്ലതാവാം ചീത്തയാവും, പക്ഷേ എല്ലാത്തിനും അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ഒരു പ്രൊമോഷൻ കണ്ടിട്ട് ഓടിച്ചാടി കയറിയിട്ട് നമ്മുടെ ലൈഫ് കൊളാക്കുന്നത് എന്ന് പറയുന്നത് ഭയങ്കര മോശപ്പെട്ടൊരു കാര്യമാണ്. പറയാനുള്ളത് ഈ നമ്മളെപ്പോലെ ഉള്ള ആൾക്കാർ, എന്നെപ്പോലുള്ള ആൾക്കാരോടല്ല. കാരണം നമുക്ക് ഏകദേശം 30+ ഒക്കെ ആയി. ചിലപ്പം പകുതി ആൾക്കാർക്കും പെണ്ണ് കിട്ടാത്തതിൻ്റെ പേരിൽ നമ്മൾ ഓടി നടക്കുന്നതോ, അല്ലെങ്കിൽ EMI അടക്കാനുള്ള തത്രപ്പാടും കാര്യങ്ങളും, അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ കുറേ എന്താ പറയുക, നമുക്കുള്ള റെസ്പോൺസിബിലിറ്റീസ് അങ്ങനെ ഏറ്റെടുത്ത് നടക്കുന്ന ആൾക്കാരായിരിക്കും കൂടുതൽ. പക്ഷേ നമ്മുടെ ഇതിൽ പെടാത്തൊരു ടീം എന്ന് പറയുന്നത് ഇതൊന്നും ഇല്ലാണ്ട്, ഇനി ഒരു പ്രശ്നവും ഇല്ലാണ്ട് ഇൻസ്റ്റയിൽ റീലും അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ തോണ്ടി പ്രൊമോഷൻസൊക്കെ കണ്ട് നമ്മളെ തന്നെ പോയി നമ്മുടെ കണ്ണാടിയിലൊക്കെ നോക്കി നമ്മൾ കൊള്ളില്ല എന്ന് തോന്നി നമ്മളെ തന്നെ നമ്മൾ പഴച്ച് നമ്മൾ പഴിക്കുക. നമ്മളെ തന്നെ ഒരു തവണ നമുക്ക് നമ്മളോട് ഒരു ഡിസ്റെസ്പെക്റ്റോ അല്ലെങ്കിൽ നമ്മൾ കൊള്ളില്ല എന്ന് നമ്മളോട് നമ്മൾ തന്നെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വേറെ ആര് പറയുന്നതിനേക്കാളും കൂടുതലും ഏൽക്കുന്നത് നമുക്ക് തന്നെ ആയിരിക്കും. കാരണം നമ്മളുടെ ഒരു നേച്ചർ എന്ന് പറയുന്നത്, ഞാൻ ഈ അടുത്ത ഒരു പോഡ്കാസ്റ്റിൽ കേട്ടാണ്, ഈ മനുഷ്യന്മാരുടെ നമ്മുടെ ഈ ഒരു ബ്രെയിൻ എന്ന് പറയുന്ന സാധനം നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിലേക്ക് വയേർഡായിട്ടുള്ളൊരു സാധനമല്ല. നമുക്ക് എപ്പോഴും എവിടെയെങ്കിലും ഒരു കംഫർട്ട് സോൺ, അല്ലെങ്കിൽ നമ്മുടെ സമൂഹം അംഗീകരിക്കണം, അങ്ങനെ ഒരു രീതിക്കാണ് നമ്മൾ നിൽക്കുക. അപ്പോൾ നമ്മൾ മാക്സിമം അത് നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ ചെയ്യുന്നതൊക്കെ നമ്മളും ചെയ്യുക എന്നുള്ള രീതിക്ക് ഇങ്ങനെ ഒരു ഫ്ലോയിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സാധനം ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് ഈ ബ്രെയിനിന് കറക്റ്റായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് എന്ത് വേണം എന്ത് വേണ്ട എന്നുള്ള കറക്റ്റായിട്ടൊരു ബോധ്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഭയങ്കര എന്താ പറയുക അത്യാവശ്യമായിട്ടുള്ളൊരു സാധനം. എന്താ ഇങ്ങനെ പറയുന്നതെന്ന് വിചാരിക്കേണ്ട കാര്യം, ഞാൻ ഒരുപാട് കാര്യത്തിൽ റുട്ടീൻ ഉണ്ടാക്കാനും നമുക്ക് നല്ല കുറേ ഹാബിറ്റ് ഉണ്ടാക്കാനും ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ അടുത്ത് ഈ ന്യൂസൊക്കെ കാണുമ്പോൾ നമ്മൾ കുറേ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മീഡിയാസും കാര്യങ്ങളൊക്കെ നമ്മൾ മോശപ്പെട്ട രീതിയിൽ ഇൻഫ്ലുവൻസ് ആയിട്ട് പോകുന്നുണ്ട്. സോ കോൾഡ് ഇൻഫ്ലുവൻസേഴ്സ് കുറേ ഉണ്ട്. പക്ഷേ നമ്മൾ ഇൻഫ്ലുവൻസ് ആവേണ്ട സ്ഥലത്തല്ല നമ്മൾ ഇൻഫ്ലുവൻസ് ആവുന്നത്, നമ്മൾ വേണ്ടാത്ത സ്ഥലത്താണ് ഇൻഫ്ലുവൻസ് ആവുന്നത്. ഇറ്റ്സ് നോട്ട് അവർ പ്രോബ്ലം. നമ്മൾ നോക്കുന്ന റീലോ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളോ ഒക്കെ വെച്ചിട്ടാണ് നമുക്ക് സജഷൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. നമ്മുടെ ഇൻസെക്യൂരിറ്റി ഒരു പ്രാവശ്യം വന്ന് നമുക്ക് മുഖത്തിന് കളറ് കുറവാന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ മുഖത്തിന് കളറ് കൂട്ടാനുള്ള സാധനങ്ങൾ അങ്ങോട്ട് വരിക. അപ്പോൾ പിന്നെ ഉള്ള കോൺഫിഡൻസും പോവും, ഉള്ള സാധനങ്ങൾ മൊത്തം നോക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ ഈ ഒരു ഭാഗം മാത്രമായിരിക്കും ചിലപ്പോൾ രസം ഉണ്ടാവുക. അല്ല എൻ്റെ ഈ ഒരു ആംഗിൾ ഞാൻ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യുമ്പോൾ എന്നെ കണ്ടിട്ട് അവൻ അടിപൊളിയാണ്, അവൻ്റെ ഒരു ആംഗിളിലായിരിക്കും ചിലപ്പോൾ അവൻ ഫോട്ടോ എടുക്കുന്നുണ്ടാവുക. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു നല്ല ഡാറ്റ ചെയ്തിട്ട് ഞാൻ കുറച്ച് സമയം ഒരു അടിപൊളിയായിട്ട് നിൽക്കുന്ന സമയത്തായിരിക്കും ഞാൻ വീഡിയോസോ അല്ലെങ്കിൽ ഫോട്ടോസോ ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക. ഇതുപോലെ ആവണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഫോളോ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ തരുമ്പോൾ എൻ്റെ ബോഡി ഡിഫറെൻ്റ് ആണ്, നിങ്ങളുടെ ബോഡി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഞാൻ ഫോളോ ചെയ്യുന്ന ഡാറ്റും കാര്യങ്ങളും നിങ്ങൾ ഫോളോ ചെയ്യാൻ തോന്നിക്കഴിഞ്ഞാൽ ബോഡി വെയ്റ്റും ഹൈറ്റും ഒക്കെ ഡിഫറൻസ് ആവുന്ന സമയത്ത് നമുക്ക് ആ ഡയറ്റ് എന്ന് പറയുന്ന സാധനം നമ്മൾ സെൽഫ് നമ്മൾ ഇല്ലാതാക്കുന്ന പോലെയാണ്. നമ്മൾ നല്ലൊരു റുട്ടീൻ ഉണ്ടാക്കിയെടുക്കുക, നമ്മൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക. ഫിൽറ്റർ ഇട്ടിട്ട് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്തോ, പക്ഷേ ഫിൽറ്റർ ഇടാത്ത നിങ്ങളുടെ മോന്ത കാണുമ്പോൾ നിങ്ങൾക്ക് കോൺഫിഡൻസ് കുറയുന്ന ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് നിങ്ങളായിട്ട് തന്നെ അതിനുള്ളൊരു പരിഹാരം കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. കാര്യം നിങ്ങൾക്ക് ഈ ഒബ്സഷൻ കൂടി വരുവാണെങ്കിൽ നല്ലൊരു കൗൺസിലറെ പോയി കാണുക, കൗൺസിലിങ്ങിൽ ഒരു ഗെറ്റ് ഹെൽപ്പ് ഉണ്ടാക്കുക. പിന്നെ അധികം വെയിറ്റ് കുറക്കണം പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഡയറ്റീഷ്യനെ കാണുക, നിങ്ങളുടെ ബോഡി വെയിറ്റ് നോക്കുക, നിങ്ങൾക്ക് എത്ര കലോറി ഒരു ദിവസം കഴിക്കാമെന്ന് നോക്കുക, അതിനനുസരിച്ച് നിങ്ങൾ കട്ട് ചെയ്യുകയൊക്കെ ചെയ്യുക. ദയവ് ചെയ്തിട്ട്
ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് മക്കളെ വളർത്തുന്നത്. ഇത് ഭയങ്കര എന്താ പറയുക, ഞാൻ പറയുന്നത് ഭയങ്കര എന്താ പറയുക ക്ലീശയായിട്ട് കാണണ്ട. കാരണം ബീങ് എ പാരൻറ്റ്, ഇപ്പോൾ ഒരു 3 months ആയിട്ട് ഞാൻ എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ നോക്കുമ്പോൾ എനിക്കറിയാം നമ്മൾ എത്രമാത്രം എഫേർട്ട് ഇട്ടിട്ട് അല്ലെങ്കിൽ നമ്മൾ എത്രമാത്രം ആഗ്രഹിച്ചിട്ടാണ് ഒരു സാധനത്തിന് ഇങ്ങനെ വളർത്തിയെടുക്കുന്നത്. നിങ്ങൾ ആയിട്ട് കൊണ്ടുപോയിട്ട് നിങ്ങളുടെ ഈ ഒരു ഒബ്സഷനും നിങ്ങളുടെ എന്താ പറയുക ഓരോ മണ്ടൻ ഡയറ്റും അതുപോലെ തന്നെ മണ്ടൻ ഇൻഫ്ലുവൻസിങ്ങും ഒക്കെ കൊണ്ട് നിങ്ങളുടെ ലൈഫ് നശിച്ചു പോകുമ്പം അവിടെ നശിക്കുന്നത് നിങ്ങളുടെ ലൈഫ് മാത്രമല്ല, നിങ്ങൾ അത്ര കാലം വളർത്തിയ നിങ്ങളുടെ പാരൻസിൻ്റെയും കൂടെ ആയിരിക്കും. സോ എല്ലാവരും നോക്കിയിട്ട് കണ്ടിട്ടൊക്കെ ചെയ്യുക. ലവ് യു ഓൾ. അപ്പോൾ ഇങ്ങനൊരു പോഡ്കാസ്റ്റ് അപ്ലോഡ് ചെയ്യണമെന്ന് തോന്നിയത് തന്നെ ഈ ഒരു ന്യൂസൊക്കെ കണ്ടാണ്. ഭയങ്കര ഹാപ്പി ആയിട്ട് വന്നിട്ടല്ല പറയുന്നത്, ഒരിക്കലും ഭയങ്കര വിഷമമുള്ളത് കൊണ്ട് മാത്രമാണ് ഈ ഒരു പോഡ്കാസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നതും. അപ്പം സി യു ഓൾ ഇൻ നെക്സ്റ്റ് പോഡ്കാസ്റ്റ്. ടിൽ ദെൻ ബൈ.